നമ്മളുടെ ദൈവാരാധനക്രമത്തിലെ ദലഹകാലത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച മരിച്ചവരുടെ ഓർമ്മ നമ്മൾ കൊണ്ടാടുന്ന ദിവസമാണ്. അധികാരം മുതൽ സുറിയാനി സഭയിൽ വലിയൊരു ഓർമ്മയായിരുന്നു. എല്ലാവരും ഒന്നിച്ച് പള്ളിയിൽ വരികയും സെമിത്തേരി സന്ദർശിക്കുകയും മരണമടഞ്ഞവരെ ഓർത്ത് പ്രാർത്ഥനകളും ഉപവാസങ്ങളുമൊക്കെ നടത്തുകയും ചെയ്യുന്ന ദിവസമാണ്. സകല മരിച്ചവരും കൊലഹോൻ അന്നീജെ എന്ന് സുറിയാനിൽ പറയും. അന്നീജെ എന്ന വാക്കിൻ്റെ മരിച്ചവർ എന്നാണ്. മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും ആ പേരിലാണ് അറിയപ്പെടുന്നത്. അന്നീജ പ്രാർത്ഥനകളെന്ന് ചെറിയ പ്രാർത്ഥനകൾ വൈദികരെ ചൊല്ലി അന്നാനുകൊണ്ടെന്ന് പഠിക്കുന്ന ക്രമം നമ്മുടെ വലിയ പള്ളികളിലും ഉള്ളതാണ്. കൊലഹോൻ സർവരും നമ്മുടെ പരിശുദ്ധ കുർബാനയിലും മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മരിച്ചവരും നിദ്രയിലാണ്, ഉറക്കത്തിലാണ്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി നോക്കിപ്പാർത്ത് അവർ കിടക്കുകയാണ്. നമ്മളുടെ അതിവിശിഷ്ടമായ ഒരു ആരാധന സംവിധാനമാണ് സുറിയാനി സഭയുടേത്. അവിടെ കാലത്ത് വെള്ളിയാഴ്ചകളിൽ നമ്മൾ പ്രത്യേകമായിട്ട് ഓർമ്മിച്ചെടുക്കേണ്ട വ്യക്തികളെ എല്ലാം ക്രമമായിട്ട് ഓർത്ത് കൊണ്ടുവന്ന് അതിൻ്റെ അവസാനമാണ് നമ്മളുടെ മരണപ്പെട്ട എല്ലാവരുടെയും കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. പരേതരായ വിശ്വാസികൾ നമ്മളുടെ സ്വന്തക്കാരാണ്, നമ്മുടെ വീട്ടുകാരാണ്. നമ്മുടെ എപ്പോഴും അവരെ ഓർക്കുകയും സന്ധ്യകളിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ദൈവാരാധനക്രമത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, വീഴ്ചകൾ, നീരാകൾ, വീഴ്ചകൾ എല്ലാം. ദൈവാരാധനക്രമത്തിൽ നിന്ന് മരിച്ചവർക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾ മാറ്റി നിർത്തിയാൽ ലിറ്ററിക്കൽ ടെക്സ്റ്റുകളുടെ അടിസ്ഥാനപരമായ സ്വഭാവം തന്നെ മാറിപ്പോകും. എല്ലാ സഭകളുടെയും ലിറ്ററികളിൽ മരണപ്പെട്ടവർക്ക് വേണ്ടിയുള്ള വലിയ പ്രാർത്ഥന സമുച്ചയങ്ങളുണ്ട്. നമ്മൾ നോമ്പിലേക്ക് കയറുമ്പോഴും നോമ്പിൻ്റെ ചൈതന്യവും എല്ലാം ഇത് തന്നെയാണ്. ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. ഞായറാഴ്ച നോമ്പിനെ കുറിച്ചുള്ള ഇടയലേഖനമുണ്ട്. അവിടെ നമ്മുടെ നോമ്പുകാലത്ത് അനുഷ്ഠിക്കേണ്ട ചെറിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലും നോമ്പ് 50 ദിവസം നമ്മൾ എടുക്കേണ്ടതിൻ്റെ നോക്കുന്നതിൻ്റെ പ്രാധാന്യമെല്ലാം വളരെ ലളിതമായ ഭാഷയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധാപൂർവം ശ്രമിച്ച് ആ ചൈതന്യം നോമ്പുകാലത്ത് വ്യക്തി ജീവിതത്തിലും കുടുംബങ്ങളിലും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം. നമ്മൾ കേരളത്തിൻ്റെ പരിശുദ്ധ കുർബാനയിൽ ഉപേക്ഷിക്കുന്നുണ്ടല്ലോ. പരേതരായ വിശ്വാസികൾ മർത്യമായ ശരീരത്തിലും അമർത്യമായ ആത്മാവിലും അവർ ചെയ്തു പോയ തെറ്റുകളും കുറ്റങ്ങളും ഓർക്കണമേ. പാപം ചെയ്യാത്തവരായി ആരുമില്ല. അങ്ങയുടെ പക്കൽ നിന്ന് കരുണയും പാപമോചനമോ ആവശ്യമില്ലാത്തവരുമായി ആരുമില്ല. അതാണ് മരിച്ചവരുടെ പ്രത്യേകത. എല്ലാവർക്കും ഈശോയുടെ കാരുണ്യം ആവശ്യമാണ്. കർത്താവിനെ കുറിച്ചുള്ള ആ ഒരു തീക്ഷ്ണമായ പ്രാർത്ഥന കൂടാതെ നമുക്ക് മോക്ഷം ലഭിക്കില്ല എന്നുള്ള സത്യസഭയുടെ ആ വിശ്വാസത്തിലാണ് നമ്മളും പിറന്നതും നമ്മളെ വളർത്തിയതും. പൗരസ്ത്യ സഭയിൽ മലപ്പുറം നിവാരണമാണ് ആദ്യമായിട്ട് ശക്തമായ ഒരു ഡോക്യുമെൻ്റ് മരണപ്പെട്ടവരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഞാൻ മരിച്ചിട്ട് 30 ദിവസം കഴിയുമ്പോൾ
നിങ്ങൾ എൻ്റെ ഓർമ്മ ആചരിക്കണം. കാരണം ജീവിച്ചിരിക്കുന്നവരുടെ ബലി കൊണ്ട് മരിച്ചവർക്ക് ആശ്വാസം ലഭിക്കും. 3-ാം നൂറ്റാണ്ടിലെ ശക്തമായ ഒരു ബോധനമാണ്. മരണപ്പെട്ട് 30 ദിവസം കഴിയുമ്പോൾ പ്രത്യേകമായ രീതിയിൽ നോക്കണം. നിങ്ങളുടെ ബലികൾ മരിച്ചവർക്ക് ആശ്വാസം പകരും. നമ്മളതുകൊണ്ടാണല്ലോ എല്ലാ കുടുംബങ്ങളും അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി കുർബാന അർപ്പിക്കണം, ഒപ്പീസ് പാടണം എന്നുള്ള ആ ഒരു വലിയ ആത്മീയതയിലാണ് വളർത്തപ്പെട്ടതും ഇന്നും ഈ നിമിഷം വരെയും നമ്മളുടെ ചിന്ത അത് തന്നെയാണ്. ക്രിസ്തോം പിതാവ് 4-ാം നൂറ്റാണ്ടിലെ അദ്ദേഹം പറയുന്നു, യോബിൻ്റെ ബലിയർപ്പണം വഴി അയാളുടെ പുത്രന്മാർ വിശുദ്ധീകരിക്കപ്പെട്ടുവെങ്കിൽ മരിച്ചവർക്ക് വേണ്ടിയുള്ള നമ്മുടെ കാഴ്ചകളും ബലികളും ദാനധർമ്മങ്ങളും അവർക്ക് ആശ്വാസമേകും എന്നതിൽ ആർക്കും സംശയം വേണ്ട. നമുക്കൊരു സംശയമില്ല. എല്ലാ മക്കളും മരുമക്കളും കൊച്ചുമക്കളും അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പരിശുദ്ധ കുർബാനയും ദാനധർമ്മങ്ങളും എല്ലാം അർപ്പിക്കുന്നുണ്ട്. ആർക്കും ഒരു സംശയവുമില്ല. നമ്മുടെ പ്രാർത്ഥന വഴി മരണപ്പെട്ടവരെ കർത്താവിന്റെ മുന്നിലേക്ക് കയറി സ്വർഗത്തിൽ ഇടം പ്രാപിക്കും എന്ന് ലത്തീൻ ഭാഷയിലുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് മെമെന്റോ മോറി, മരിക്കും എന്ന് ഓർത്തുകൊള്ളുക. ഒരു ക്ലാസിക്കലായിട്ടുള്ള ഒരു ഇടപെടലാണ് മെമെന്റോ മോറി, മരിക്കും എന്ന് ഓർത്തുകൊള്ളുക. ഇതൊരു കാറ്റഗറ്റിക്കൽ ടെക്സ്റ്റാണ്. സ്വർഗത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുന്ന ടെക്സ്റ്റാണ്. അതോട് ചേർന്ന് പോകുന്ന മറ്റൊരു സൂചനയാണ് മോർത്തുയി വിവോസ് ദോച്ചൻ. ചെറിയൊരു ലത്തീൻ വാക്യമാണ്. മോർത്തുയി എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടവരെന്നാണ്. വിവോസ് ജീവിച്ചിരിക്കുന്നവരാണ്. ദോച്ചൻ പഠിപ്പിക്കുന്നു എന്നാണ്. മരണപ്പെട്ടവര് ജീവിച്ചിരിക്കുന്നവരെ പഠിപ്പിക്കുന്നു. 100% സത്യമായ കാര്യമാണ്. ഇന്ന് മരണപ്പെട്ടവരെ നമ്മളിവിടെ ഓർക്കുന്നത്. അവർ നമ്മെ പഠിപ്പിക്കുന്നു മോക്ഷത്തെക്കുറിച്ച്, ശുദ്ധീകരണത്തെക്കുറിച്ച്, നിത്യാനന്ദത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച് എല്ലാം. ഇന്ന് അങ്ങനെയുള്ള പഠനങ്ങളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. വീടുകളിൽ തന്നെയും അത്തരം ഹോം കാറ്റഗിസം ഇറങ്ങിപ്പോയ പോലെയാണ്. പണ്ടൊക്കെ വല്യമ്മമാരെല്ലാം സ്വർഗത്തെക്കുറിച്ചും മോക്ഷത്തെക്കുറിച്ചും ഒക്കെ സന്ധികളിൽ നിന്ന് കുഞ്ഞുങ്ങളോട് പറയുമായിരുന്നു. ആ ഹോം കാറ്റഗിസമാണ് അടിസ്ഥാനപരമായിട്ടുള്ള വേദപാഠ ക്ലാസ്. അതൊക്കെയെല്ലാം വ്യത്യാസങ്ങൾ പോയപ്പോൾ മോക്ഷവിചാരമില്ലാത്ത കുട്ടികൾ കുടുംബത്തിലുള്ളപ്പോൾ അവർക്ക് പ്രാർത്ഥനയ്ക്കോ അതുപോലെ ജാഗരണത്തിനോ ദാനധർമ്മത്തിനോ ഒന്നും മനസ്സില്ലാതെ മുമ്പോട്ട് പോകുന്ന ഒരവസ്ഥയുണ്ട്. നമ്മൾ കുറേയൊക്കെ ഭേദമാണ്, ഒട്ടുമില്ലെന്നൊന്നും പറയുന്നില്ല. എങ്കിലും കുറവുകൾ വരാമെന്ന് അതിനെ പരിഹരിക്കണം. ഈ ഓർമ്മ, മരിച്ചവരുടെ ഓർമ്മ വലിയൊരു തിരുനാൾ ദിവസമാണ്, ഒരു ഇഗ്ലേഷ്യൻ ഇവന്റാണ്. സഭയെ സംബന്ധിച്ച് സഭയുടെ തന്നെ ഓർമ്മയാണ്. The memory of the church. സഭയുടെ ഓർമ്മയാണ് ഇന്ന് ഈ സകല മരിച്ചവരുടെയും പലഭവൻ കന്യകയെ ദിവസം നമ്മൾ ഓർക്കുന്നത്. ദിവ്യ രക്ഷകനിൽ മരണമടഞ്ഞവരെയാണ് നമ്മൾ ഓർക്കുന്നത്. കർത്താവിൽ ഇതിന് പ്രാപിച്ചു എന്ന് നമ്മൾ പറയുന്നത് ദിവ്യ രക്ഷകനിൽ മരണമടഞ്ഞവരാണ്. അവരെയാണ് ഓർക്കുന്നത്. അവരെയാണ് ഈശോ കാരുണ്യപൂർവ്വം സംരക്ഷിക്കുന്നത്. അവരുടെ സ്വർഗ പ്രവേശനത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കാരണം മരണപ്പെട്ട ശേഷം അനുതാപത്തിൻ്റെ കാര്യങ്ങളൊന്നും അവർക്ക് ചെയ്യാൻ സാധ്യമല്ല. അവർ നിസ്സഹായരാണ്. അതുകൊണ്ടാണ് സഭ അവരെ ശുശ്രൂഷിക്കുന്ന, അവരെ താങ്ങി സ്വർഗത്തിലേക്ക് ഉയർത്തിവിടുന്ന ഏറ്റവും വലിയ അടയാളമായിട്ട് നിൽക്കുന്നത്.
മരിച്ചവർക്ക് വേണ്ടി പ്രധാനക്കാരും ഒഫീസുകാരും കന്യീജാകളാലും അതുപോലെ മറ്റു ദാനധർമ്മ കാര്യങ്ങളിലും ശ്രാദ്ധങ്ങളിലും എല്ലാം വളരെ ശ്രദ്ധിക്കുന്ന ഒരു സമൂഹമാണ്. കർത്താവ് നമുക്ക് നോമ്പിലേക്ക് കയറുന്നതിന് മുമ്പ് അതിന് തൊട്ടുപുറകിൽ കിടക്കുന്ന വെള്ളിയാഴ്ച മരിച്ചവരുടെ ഓർമ്മയായിട്ടുള്ളത് അത് നമ്മുടെ തന്നെ മരണത്തെക്കുറിച്ച് ഓർക്കാനും ഈശോയെ കൂട്ടുപിടിക്കാനും വേണ്ടിയാണ്. മറ്റേ സുവിശേഷം ഒരു മനുഷ്യ മതിയായ സുവിശേഷം 25-ാം അധ്യായത്തിലെ 10 തിരുവചനങ്ങളാണ്. അവിടെ നിത്യതയുടെ മാനദണ്ഡമായിട്ട് കർത്താവ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് ചെയ്യുന്ന ചെറിയ കാര്യങ്ങളെക്കുറിച്ചാണ്. The specifics are a matter of love concretely expressed. സ്നേഹത്തിൻ്റെ അടയാളങ്ങളാണ്. ഈശോ വലിയ ഒരു ഇന്നർ കണക്ഷൻ അവിടെ സ്ഥാപിക്കുകയാണ്. നമ്മൾ ആവശ്യക്കാർക്ക് എന്ത് കൊടുത്തുവോ, ആരെ കണ്ടോ, ആരെ സന്ദർശിച്ചുവോ, ആരുടെ കഴിയുന്നുവോ, യു ഡിഡ് ഇറ്റ് ടു മീ, നിങ്ങളത് എനിക്ക് തന്നെയാണ് ചെയ്തത്. അതാണ് സുവിശേഷത്തിൻ്റെ മർമ്മം. അതൊരു വല്ലാത്ത ഒരു ഖേദമാണ്. നമ്മളൊരു ഉപ്പ് കൊടുത്തു, അല്ലെങ്കിൽ ഒരു നേരം ഭക്ഷണം കൊടുത്തു, അല്ലെങ്കിൽ ഒരിക്കലും ഉറങ്ങാനായിട്ട് വീട്ടിൽ സംബന്ധിച്ചു, പരാജയത്തിൽ പോയി കണ്ടു, യു ഡിഡ് ഇറ്റ് ടു മീ. അങ്ങനെ ചെയ്തതെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത്. ഇത്ര വലിയ ശക്തമായ ഒരു സ്റ്റേറ്റ്മെന്റാണ് ഈശോ പറഞ്ഞത്. എനിക്ക് തന്നെയാണ് ചെയ്തത്. പരിശുദ്ധ കുർബാനയുടെ തുടർച്ച എന്നതുപോലെ ഈശോയുടെ പരിശുദ്ധ ജീവിതത്തിലെ പ്രഘോഷണത്തിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നത് പോലെ എനിക്ക് തന്നെയാണ് ചെയ്തത്. ആ ഇന്നർ കണക്ഷനാണ് നമ്മുടെ ജീവിതവും നമ്മുടെ പ്രവൃത്തിയും തമ്മിൽ തിരിച്ചവ വ്യക്തമാക്കുന്നത്. ഈശോ എപ്പോഴും നമ്മൾ ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെ ഈ സകല മരിച്ചവരുടെയും ഓർമ്മ സഭയുടെ ഓർമ്മയാണ്, സഭയുടെ തിരുനാളാണ്, നമ്മുടെ വീട്ടിലെ തിരുനാളാണ്, നമ്മുടെ വീട്ടിൽ നിന്ന് മരണപ്പെട്ടവരെല്ലാവരുടെയും ഓർമ്മയാണ്. അവരെക്കുറിച്ചുള്ള ഗീതങ്ങൾ നമ്മുടെ വീടുകളിൽ പാടിയിരുന്നു, അവരെ നമ്മൾ ഓർത്തിരുന്നു. പിന്നീട് ഉദാഹരണങ്ങളിലേക്ക് ഒഫീഷ്യലെല്ലാം നമ്മൾ കൂട്ടിച്ചേർത്തു. നമ്മുടെ പ്രാർത്ഥനകളിലെ ശ്രദ്ധയിൽ ചൊല്ലിക്കൊണ്ടിരുന്ന ഒരു പ്രാർത്ഥന ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താം. ശ്രീയാനിക്കുള്ളതാണ്. നമ്മുടെ മാതാപിതാക്കളൊക്കെ പഠിക്കൊണ്ടിരുന്നതാണ്. അതിൻ്റെ അർത്ഥം our Lord will come and resuscitate the dead ones and give hope to all the departed. നമ്മുടെ കർത്താവ് വരും, മരണപ്പെട്ടവരെ എല്ലാം ഉയർപ്പിക്കും, എല്ലാവർക്കും പ്രത്യാശ നൽകും, ആരും ഉപേക്ഷിക്കപ്പെടുകയില്ല. മരണത്തിൻ്റെ കൈപ്പ് അനുഭവിച്ചവർ ഈശോയുടെ ടേസ്റ്റ് അനുഭവിക്കും. ഇവിടെ ഒരു തുടർച്ചയായിട്ടുള്ള പ്രാർത്ഥനകളും ധ്യാനങ്ങളും എല്ലാമാണ്. അതിൽ നിന്നാണ് നമ്മുടെ പ്രാർത്ഥനകളിൽ ഈശോ മൃതരാകും ജീവനമതുപോൽ ശരണവുമേ ക്രിയാനുസഭയുടെ ഓർമ്മകൾ, മരിച്ചവരെ കുറിച്ചുള്ള ഓർമ്മകൾ മറ്റേത് പ്രാർത്ഥനാ സമൂഹത്തേക്കാൾ വിലപ്പെട്ടതാണ്. തിളങ്ങി ശോഭിച്ചു നിൽക്കുന്ന മുത്തുകളാണ് ഈ ശ്രീയാനി പ്രാർത്ഥനകളെല്ലാം. അതുകൊണ്ടാണ് ശ്രീയാനി സഭ അധികാരങ്ങൾ നമ്മുടെ ലക്ഷണറി അല്ലെങ്കിൽ കലണ്ടർ ഒക്കെ നിശ്ചയിക്കപ്പെട്ട്
പൂർണ്ണമായിട്ടും നിശ്ചയിക്കപ്പെട്ടത് 7-ാം നൂറ്റാണ്ടിലാണ്. അന്ന് മുതൽ സുറിയാനി സഭ, നമ്മുടെ കേരളത്തിലെ നസ്രാണി സഭ, ജനകാലിലെ അവസാനത്തെ വെള്ളിയാഴ്ച മരണപ്പെട്ടു പോയ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിച്ച് ആ ഒരു സംതൃപ്തിയിൽ ജീവിച്ച് നമ്മൾ മുന്നിലേക്ക് ഉപേക്ഷിക്കുകയാണ്. നമ്മുടെ വലിയൊരു ട്രഡീഷനാണത്. ആ ട്രഡീഷൻ നമ്മുടെ സഭയിലെ ആത്മാവാണ് ജീവിപ്പിക്കുന്നത്. ആത്മാവിൻ്റെ ഒരു മൃതമാണ്. അതുകൊണ്ട് മരണപ്പെട്ട എല്ലാവരെയും ജീവിപ്പിക്കുവാനുള്ള വലിയ ഓർമ്മയുടെ ദിവസമായിട്ട് നമ്മുടെ ഇന്നത്തെ ക്രിസ്തു കുർബാനയും ശുദ്ധീകരി സന്ദർശനവും മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും നാം ഈ വഴിയിൽ സമർപ്പിക്കുന്നു. സ്നേഹത്തിയായ സഹപ്രവർത്തകരെയും ഞങ്ങളെല്ലാവരെയും ഓർത്ത്